വീഡിയോ ഞങ്ങളങ്ങനെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് പാലക്കാട് എത്തിയിട്ടു. അത് മാത്രല്ല ട്രെയിനില് ഞങ്ങൾ ആദ്യം നിന്നിട്ടാ പോയിനെ, പിന്നെ ഞങ്ങൾ മേലെ കയറി പോയി കുത്തുന്നു. പിന്നെ താഴത്തേക്ക് ഇറങ്ങി, പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് കഴിച്ച് കുറേ റീൽസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പിന്നെ ഇപ്പം പുറത്തിറങ്ങി സഞ്ചി നോക്കി ഞങ്ങൾ നടക്കും. കാക്കൂര് അങ്ങനെ മുന്നിൽ പോകണ്ടേ അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി ഗൈസ്. ഞങ്ങളെ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി നടക്കുക. പൈസ ഏത് സ്ഥലത്തൊക്കെ ഇടാൻ പോണേ കൂടി പറയും. പൈസ ഏത് സ്ഥലത്താ ഞങ്ങളെ തട്ടാൻ പോണേ പറയില്ല. അത് കുതിരവട്ടമാണെന്നാട്ടോ ഗൈസ് പറയുന്നത്. പാലക്കാട് എന്തായാലും കുതിരവട്ടല്ല, ആ കാര്യത്തിൽ ചൊറപ്പാ. കോഴിക്കോടല്ലല്ലേ. ഇനി അടുത്ത സ്ഥലം ലൊക്കേഷൻ ഇതാ കെടുക്കുന്നു. അതിന്റെ കൂടെ അപ്പൊ ഇവരാണ് അവിടെ കെടുക്കുന്നത് ഗൈസ്. എവിടേക്ക് നിങ്ങൾ സഞ്ചും ഇതൊക്കെ ഇട്ടിട്ട് ഓന്റെ കൈ കൊടുക്കേ. പൊടിക്കാൻ കൊണ്ടുവന്നാണ് അവള് പറയണേ, എന്നോട് പൊടിക്കാറ്. നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. ഫൈനലി ഫുഡ് കഴിക്കാൻ പൈസ കൊണ്ട് കളയാൻ എന്തായാലും പോവല്ലേ, ഫുഡ് കഴിച്ചിട്ട് കളയാന്ന് വെച്ചു. നമ്മളെ ലിഫ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഈ ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഞങ്ങൾ ടെൻഷനിലാണ്. കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു ടെൻഷൻ മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ വൈഫിനും നല്ല ഫുഡിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഫുഡ് കഴിക്കുന്നത് കണ്ടോ, ഇതാണ് കേട്ടോ. മസാല കഴിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. സൂപ്പറാണ്. അങ്ങനെ പാലക്കാട് ബിരിയാണി തിന്നിരിക്കുന്നു ഗൈസ്. സൂപ്പറാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി ഞങ്ങളൊരു ഓൺലൈനിൽ കയറി. എങ്ങനെ പോണേ? ഞങ്ങളെ കൊണ്ടുപോയിടാൻ പോവാം. എവിടേക്കോ കൊണ്ടുപോയിടാൻ പോവാം. കൊണ്ടുപോയിടാണ് എന്താണ് ഇന്നോടുകൂടെ എല്ലാ പ്രശ്നം, ഇന്നത്തോടെ പ്രശ്നം തീരുന്നാണ് പറയുന്നത്. ഗായ്സ് ഞങ്ങളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയി തട്ടാൻ പോണത് ഇവിടെയാണ് ഗായ്സ്. വൈദ്യുത തട്ടാൻ വേണ്ടി സ്ഥലം നോക്കി നടക്കുക. എവിടെയെന്നല്ലേ, ഞങ്ങളങ്ങനെ പാലക്കാടുള്ള ഫാൻറ്റസി പാർക്കിലാണ് കേട്ടോ. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. പണ്ടങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ അങ്ങോട്ട് വന്നതാ. ഇപ്പോൾ വലുതായപ്പോൾ ഞാനും ഫൈസ് അങ്ങനെ ഒറ്റയ്ക്ക് നാഫിയുണ്ട് കേട്ടോ. പണ്ട് ഞാൻ സ്കൂൾ കുട്ടികളൊപ്പം വന്നതാണ് ഗൈസ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് വന്നു ഗൈസ്. പൈസ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണ്ടോ. മസാജിങ് ഒക്കെ ഉണ്ടല്ലോ. ഇത് പിടി, ഇനി അടുത്ത ഞാൻ റെഡി ഗൈസ്. ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് സെറ്റായി, റെഡിയായി ഗൈസ്.
ഉള്ളിൽ കറക്റ്റ് കേട്ടോ. കുട്ടിയായിരിക്കുമ്പോൾ എന്റെ മനസ്സ് ഇത്രയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ആ കളിക്കാൻ നമുക്ക് ഇവിടുന്ന് ഡാൻസ് കളിക്കാം. എന്നെ പോലെ ഒരാളെ കാണിച്ചല്ലോ. ഇതാണ് കേട്ടോ ഇവള്. ഞങ്ങൾക്ക് ഇങ്ങനെ ലോക്കർ കിട്ടി. അതിൻ്റെ ഉള്ള സിഗ്നൽ സംഭവം ഇട്ടത് ഇതൊക്കെ ഞങ്ങൾ സെറ്റാക്കി. ഞങ്ങൾ ഡ്രസ്സ് മാറി. പൈസ പുതിയാപ്പിള ഇവിടെ നിന്ന് മാറ്റി ഒരുങ്ങി. ഞങ്ങളെ തൊട്ടാൻ വന്നിട്ട് ചെക്കനെ ആദ്യം ഇറങ്ങണേ. പൈസൻ്റെ കയ്യിലാണ് പുതിയ വാച്ച് ഞങ്ങൾ അങ്ങനെ ഇട്ടത്. എന്താണ് സംഭവം? ഇവിടെ തുടങ്ങിയില്ല. ഞങ്ങളിപ്പോൾ ഇതിനെ കണ്ണാടൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാണ്. കല്ലയിലൊരു ബാക്കി പിന്നെ ഞങ്ങളെ കൈസ്. അപ്പം ഒരു വീഡിയോ എടുക്കാനുണ്ട്, കഴിഞ്ഞിട്ട് വരാം. ഞങ്ങളങ്ങനെ 3Dയിൽ കയറുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കണ്ണാട വെച്ചിട്ട് കയറണ്ടേ. നാഫിൻ്റെ മുന്നേ പോണേ, ഞാൻ എന്താ ബാക്കിലുണ്ട് കൈസ്. അപ്പം ആദ്യം നമ്മൾ കണ്ണാട വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോവാം. പിന്നെ കണ്ണാടിയില്ലേ, കണ്ണാടീൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കും. കണ്ണാടീൻ്റെ ഉള്ളിൽ കൂടെ മിററിൻ്റെ ഇത് കൂടെ ഉണ്ട്. അപ്പം എന്തായാലും നോക്കി വെക്കാം. പൈസ ഇങ്ങനെ പോകണ്ടേ. എന്താ സംഭവം? 3D നടുവിലിരുന്നോ? അവൻ പൊടിയാവില്ല. പേടിയില്ലാത്ത ആൾക്കാർ രണ്ടാളുണ്ട്. അപ്പൊ പേടിക്കണ്ടേ? കാണുന്നില്ല ഗൈസ്. 3D ആണ്. കണ്ണാടൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ അടുത്ത റൈഡിക്ക് പോവാൻ കേട്ടോ. അപ്പം ഒരു റൈഡ് കഴിഞ്ഞു, അതിന്റെ കഥ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ 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 ഞാൻ പറഞ്ഞില്ലേ അവിടെ അല്ല വൈ. ഇവിടെ ഇത് വന്ന വഴിയാണ്. ഇങ്ങോട്ട് വാ. ഗൈസ് ഞങ്ങൾ ഇനി പ്രേതത്തിന്റെ അടുത്തേക്ക് പോണേ. നിങ്ങൾക്ക് പേടിയില്ലാത്ത ആൾക്കാരാട്ടോ. പോയി വെക്കാം. ഇങ്ങനെ എടുത്താലേ
ഇല്ലാത്ത രണ്ടെണ്ണത്തിനെ കാണണം. അയ്യോ അയ്യോ, കുറച്ച് വെള്ളം എടുക്കട്ടെ, കുറച്ച് വെള്ളം എടുക്കട്ടെ. ഏയ് സിമ്പിൾ തന്നെ ഹമ്പിള് രണ്ടും പോയിട്ട്. നിങ്ങളെ രണ്ടാളെ പെരയിലെത്തിക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്തല്ലേ ഇത് പറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഒന്ന് അത്രയ്ക്ക് പേടിയാണെങ്കിൽ രണ്ടും അങ്ങ് കണ്ണൂട്ടിയാൽ മതി. ഇപ്പോഴാണ് എടുത്തത്. നല്ല ധൈര്യം, നല്ല ധൈര്യം. അങ്ങനെ അവള് കയറിയതാണ്. അവളെ ധൈര്യത്തിൽ ഞാനും കയറി. മേലെ പോയി വരുമ്പോ കാണാൻ എന്താ ഇതൊക്കെ എന്താ ഇനി മേലെ കയറി ആൾക്കാരെ നമ്മളെന്ന് പറയും. ചത്തിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ? खत्म. ഞാൻ കുളിച്ചതാ അത്ഭുതം കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. പൈസ
മറ്റേ കാർ ഓടിക്കില്ല, എനിക്ക് കാർ ഓടിക്കാറില്ല, എന്നാലും ഒന്ന് കാറേ ഓടിക്കാൻ പോകും. എടിങ്ങൾക്ക് ആയിരിക്കും കാർ ആ എനിക്കും കാർ ഓടിക്കാറിയാം. എന്തെങ്കിലും ആവും, എവിടെങ്കിലും എത്തും എന്തായാലും. കുട്ടിക്കിളിമരത്തെ 2 പട്ടത്തിമാർ കാർ ഓടിക്കാൻ പോകുന്നു. പിന്നെ കണ്ടാലും മതി. ഹായ്. വന്നിട്ടേ അപ്പോൾ ഇന്നത്തത് വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാല് ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് എന്തായാലും വേണം. ടിക്കറ്റ് 750 രൂപ അഡൽറ്റിന്. ചിൽഡ്രൻസിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ നമ്പർ ഉണ്ട്, ഗൂഗിളൊക്കെ നടത്തിയാൽ കിട്ടും. കൂടുതൽ ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. കുറച്ചിട്ട് ഓളയിൽ ഫോണിൽ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ എൻജോയ് ചെയ്യണം. അതുകൊണ്ടാണ്. പിന്നെ ചെറുപ്പത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. നാഫി എങ്ങനെ വന്നത്? അവിടെ ഞാൻ വന്നിട്ട് അപ്പം ഞാൻ ഇവിടെ ചെറുപ്പത്തിൽ വന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഫൈസിൻ്റെ കൂടെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എന്താ വെച്ചാല് ഹാപ്പിയാണ്. അപ്പം ഞങ്ങളിന്ന് പോവുകയാണ്. ഇപ്പോൾ സമയം എത്ര 6 മണി 6:30 ആയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് മലപ്പുറത്ത് എത്തണം. നാഫിൻ്റെ വീട്ടിൽ ഓളെ സേഫ് ആക്കിയിട്ട് അവിടെ എത്തിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ ഗൈസ്. അപ്പം ഗൈസ് ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഫിനു ഫൈസു വ്ളോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഓളെ ചാനലിലാണല്ലോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. ഇനി ഞങ്ങൾ പോണൊക്കെ വേണമെങ്കിൽ കാണിക്കാം.